ഹായ് ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ് കൂട്ടുകാരെ, സുഖമാണ്. അപ്പം നമുക്കിപ്പോൾ കറക്റ്റാ വീഡിയോ ഇടാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് അറിയാവോ? കാരണം നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പം ലൈവിൻ്റെ പിന്നാലെയാണ് ഞാനിപ്പോൾ ലൈവിൻ്റെ പിന്നാലെയാണ് കൂട്ടുകാരെ. എനിക്ക് സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ചിന്ത മൊത്തം ലൈവ്. ഉറക്കമില്ല, ഊണില്ല, സ്വന്തക്കാരെ എല്ലാം മറന്ന്. അതാണ് ഞാനിപ്പോൾ ഒരു മാസം കൊണ്ട് ലൈവിൻ്റെ പിന്നാലെയാണ്. അപ്പം കിട്ടുന്ന സമയം വീട്ടിലെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും, പിന്നെ ജോലിക്ക് പോകും, വരും. കിട്ടുന്ന സമയം ലൈവിൽ വരും. ഇനിയിപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്ത് നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകില്ലേ? നമ്മുടെ ലോങ് വീഡിയോ കാണുന്നവരൊന്നും ലൈവ് കാണൂല കേട്ടോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ നമ്മളെ മറന്നു പോയാലോ, അതുകൊണ്ട് 2-3 മിനിറ്റുള്ള വീഡിയോ എന്നെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലൈവ് കാണാത്ത മക്കളും അമ്മമാരും ഒക്കെ നമ്മളെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി നിങ്ങളെ മുന്നിലോട്ട് ഓടിയെത്തിയതാണ് കേട്ടോ. അപ്പം നിങ്ങൾ നമ്മളെ മറക്കരുത്. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. നിങ്ങളില്ലെങ്കിൽ നമ്മളില്ല. അപ്പം നമ്മളെ ലോങ് വീഡിയോ കാണുന്ന മക്കൾ ആരെങ്കിലുമൊക്കെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ലൈവും കൂടെ ഒന്ന് കയറണം കേട്ടോ. എൻ്റെ ലൈവിൽ കയറി നിങ്ങൾ എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ലൈവിൽ കയറി കാണാം എന്നെ തെറി വിളിച്ചുകൊണ്ട് വരുന്നതും, അമ്മച്ചിയെന്ന് വിളിക്കുന്നതും, തള്ളയെന്ന് വിളിക്കുന്നതും, പിള്ളയെന്ന് വിളിക്കുന്നതും, ചെല്ലപ്പേര് വിളിക്കുന്നതും, ഓമന പേര് വിളിക്കുന്നതും, അങ്ങനെ കുറേ മക്കളുണ്ട് കേട്ടോ. മക്കളായ ഞാനതെല്ലാം നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. ജീവിതത്തിൽ ഇതൊക്കെയാണ് അപ്പോൾ ഒരു സന്തോഷം. ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്താ ജീവിതം അല്ലേ? ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ ജീവിതം? ഇതൊക്കെ വേണം മനുഷ്യന്, ഇതൊക്കെ വേണം. ഇപ്പം കളിയും ചിരിയും സന്തോഷമൊക്കെ വേണം. എപ്പോഴും നമ്മൾ മസിൽ പിടിച്ചിരുന്നാൽ നമ്മുടെ ജീവിതത്തിന് എന്താ ഒരു സുഖമുള്ളത്? നമ്മളെ കുറ്റം പറയുമായിരിക്കും കേട്ടോ. നമ്മളെ കാണുന്നവരും കേൾക്കുന്നവരും നമ്മുടെ ലൈവ് കാണുന്നവരൊക്കെ ആയാലും നമ്മളെ കുറ്റം പറയുമായിരിക്കും. നെവർ മൈൻഡ്. ആരെന്ത് പറഞ്ഞാലും ഞാൻ ഈ ചെവിയിൽ കൂടെ കേട്ട് ഈ ചെവിയിൽ കൂടെ അങ്ങ് കളയുന്നു കേട്ടോ. എനിക്ക് എന്നെ അറിയാം, ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും എനിക്കറിയാം. എനിക്കത് മതി കേട്ടോ. മറ്റുള്ളവരെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, ഉണ്ടോ? മറ്റുള്ളവരെയൊന്നും നമ്മുടെ ഇത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റൂല. ആരെന്ത് വേണേലും നമ്മളെക്കുറിച്ച് കരുതട്ടുന്ന എന്ത് വേണേലും വിചാരിച്ചു കേട്ടോ. അത് എനിക്ക് പ്രശ്നമല്ല. അങ്ങനെ പറയാൻ നമ്മളിപ്പോൾ ഒരാളെ പറയരുത്, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, നിങ്ങൾ ഇങ്ങോട്ട് പോകരുത്, നിങ്ങൾ അവിടെ നിൽക്കരുത്, ഇവിടെ നിൽക്കരുത് എന്നൊക്കെ നമ്മൾ ആരെങ്കിലും പറയാം. നമ്മളെ ഈ ഉപദേശിക്കുന്നവരെ നമ്മൾ അങ്ങോട്ട് ഉപദേശിക്കാൻ പോയി അവർ കേൾക്കൂല. പിന്നെ അവർ ഉപദേശിക്കും, നമ്മൾ ഉപദേശിക്കും, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് നമ്മൾ തിരിച്ചങ്ങോട്ട് ഉപദേശിക്കാൻ പോയി അവർ കേൾക്കുമോ? അപ്പം മനുഷ്യൻ്റെതായ ഒരിതുണ്ട്. അവരുടേതായ ഒരു ചിന്താഗതിയുണ്ട്. എനിക്ക് എൻ്റേതായ ഒരു വ്യക്തിത്വമുണ്ട്. അതിപ്പോൾ ആരെന്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെ വ്യക്തിത്വം മാറ്റാൻ പറ്റില്ല. എൻ്റെ ശീലങ്ങളും എൻ്റേതായ കാര്യങ്ങൾ എനിക്ക് മാറ്റാൻ പറ്റൂല. അപ്പം എനിക്ക് എന്താണ്, എൻ്റെ മനസ്സിന് എന്താണ് നല്ലത്, എനിക്കും എൻ്റെ മനസ്സിനും എന്താണ് നല്ലതെന്ന് തോന്നുന്നത് ഞാനങ്ങ് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. മറ്റുള്ളവരെയോ എന്നെക്കുറിച്ച് അവരെന്ത് വിചാരിക്കും, അവർ എന്നെക്കുറിച്ച് അങ്ങനെ വിചാരിക്കുമോ, ഇങ്ങനെ വിചാരിക്കുമോ, അങ്ങനെ കൂടുമോ, ഇങ്ങനെ കൂടും, അതൊന്നും ഞാൻ ചിന്തിക്കണം. ഞാൻ ആരെയും നുണ പറയാൻ പോകുന്നില്ല, ആരുടെയും കാര്യങ്ങൾ ഇടപെടാൻ പോകുന്നില്ല. ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഞാൻ എൻ്റേതായ കാര്യങ്ങൾ, മറ്റുള്ള ചുറ്റുമുള്ള ഒരു കാര്യം ഞാൻ അറിയുന്നില്ല. ഞാൻ ജോലിക്ക് പോകുന്നു, വീട്ടിൽ വരുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ കാര്യം നോക്കുന്നു, എൻ്റെ കുടുംബം നോക്കുന്നു, ഞാൻ എൻ്റേതായ രീതിക്ക് പോകുന്നു. ഞാനിപ്പോൾ യൂട്യൂബിൽ 24 മണിക്കൂറും, ഒരു മനുഷ്യന് 24 മണിക്കൂറുണ്ട് ഒരു ദിവസം. ഒരു മനുഷ്യനെന്നല്ല, മൊത്തത്തിൽ പറഞ്ഞ് തിരിച്ചെടുക്കുന്നു. 24 മണിക്കൂറുണ്ട് ഒരു ദിവസം. അപ്പോൾ എല്ലാം നമ്മൾ യൂട്യൂബിൽ വരുമ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, ലൈവിൽ വരുമ്പോൾ ഈ തള്ളയ്ക്ക് ഉറക്കമില്ലേ? 24 മണിക്കൂർ ഇതിൽ തന്നെ. നല്ല, ഞാനിപ്പോൾ ഒരു ദിവസം 4-5 വട്ടം വന്നാലും കൂടി പറഞ്ഞ ഒരു 6-7 മണിക്കൂർ ലൈവിൽ വരുമായിരിക്കും. 4-5 വട്ടം വന്നാലും ഒരു 6-7 മണിക്കൂർ. ബാക്കി 24 മണിക്കൂറിൽ വീണ്ടും 6-7 മണിക്കൂർ കിടന്നാൽ വീണ്ടും കടൽ പോലെ കിടക്കുകയല്ലേ അപ്പം. ഇതിനിടയിൽ നമ്മൾ ഉറങ്ങുന്നത് ഒരു 3-4 മണിക്കൂറായിരിക്കും ഉറങ്ങുന്നത്. ബാക്കി സമയം വീണ്ടും മിച്ചം കിടക്കുകയല്ലേ. അപ്പോൾ ഇതിനിടയിൽ വെച്ച് ഞാൻ എൻ്റെ വീട്ടുകാര്യങ്ങൾ നോക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾ നോക്കുന്നു, എൻ്റേതായ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഞാൻ ലൈവിൽ വരുന്നത്. ലൈവിൽ വരുമ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, ഇതിന് വേലയും കൂലിയൊന്നും. ചിലരൊന്നും മാത്രമല്ല, നമ്മളെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കും. നമ്മുടെ കുടുംബക്കാരായാലും നാട്ടുകാരായാലും വീട്ടുകാരായാലും കൂട്ടുകാരായാലും ഒക്കെ ചോദിക്കും,
ഇതിന് വേറെ പണിയില്ലേ, ഇവർക്ക് വേറെ ജോലിയില്ലേ. അപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഉടനെ ലൈവ് വരുന്നതായിരിക്കും. എനിക്കൊരു ലക്ഷ്യമുണ്ട്. എൻ്റെ ഒരു ലക്ഷ്യം അതെത്തുന്നതുവരെ എന്നെ കൊണ്ട് എന്തൊക്കെ അത് തന്നെയാണ്. നമ്മൾ പിന്നെ കൂടുതലൊന്നും പറഞ്ഞ് വളവള പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എത്ര മിനിറ്റായിരുന്നു നോക്കട്ടെ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കന്നഡ വേണ്ട കേട്ടോ, നോക്കി പറഞ്ഞാൽ മതി. പക്ഷെ ലൈവിൽ വരുമ്പോൾ കന്നഡ വേണം. ലൈവിൽ വരുമ്പോൾ കന്നഡ ഇല്ലെങ്കിൽ പറ്റൂല. എത്ര മിനിറ്റായി? 5 മിനിറ്റായി കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം. ഞാൻ ഈ വീഡിയോ ഇപ്പം അപ്ലോഡ് ചെയ്യൂല, പിന്നെ അപ്ലോഡ് ചെയ്യാം. ഇപ്പം ഞാൻ ലൈവ് പോകുന്നുണ്ട്. ലൈവ് പോയി കഴിഞ്ഞതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസ് കാണുന്നവർ, നമ്മളെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. നിങ്ങളില്ലെങ്കിൽ നമ്മളില്ല. അപ്പം ടാറ്റ, ബൈ ബൈ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. കുറേ പേര് പറയുന്നുണ്ട് ലൈവിൽ വരുന്ന മക്കളൊക്കെ, അങ്ങ് ദൂരെ ജില്ലയിലുള്ള മക്കളൊക്കെ പറയുന്നുണ്ട്, ആൻറ്റി കോവളത്ത് പോയിട്ടൊന്ന് വീഡിയോ ചെയ്യുമോ, വേടിയിൽ പോയിട്ട് നമ്മുടെ ഈ തിരുവനന്തപുരത്ത് പ്രസിദ്ധമായ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടൊന്ന് വീഡിയോ ചെയ്യുമോ, ചേച്ചിയുടെ വീഡിയോയിൽ കൂടെയെങ്കിലും ഞങ്ങൾക്ക് അത് കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നോക്കട്ടെ മക്കളെ, പറ്റുന്നിടത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. കുറച്ച് ദിവസം ഞാനിപ്പോൾ ലൈവിൽ വരുന്നത് കൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പം ടാറ്റ, ബൈ ബൈ.